ഹലോ കൂട്ടുകാരെ, ഇപ്പോഴും കടന്നു എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. ശിവരാജനും ജയപാലനും കൂടി സംസാരിക്കുകയാണ്. അതായത് ശിവരാജൻ്റെ ശത്രു നരേനാണ് ശിവരാജൻ്റെ എല്ലാ ഡീലുകൾക്കും വില്ലനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും നരേനെ ഒന്ന് ഒതുക്കിത്തരണം എന്ന് ജയപാലനോട് ശിവരാജൻ ആവശ്യപ്പെടുകയാണ്. ജയപാലൻ പറയും, ഓക്കെ, നരേനെ ഞാൻ ഒതുക്കിത്തരാം, പക്ഷേ എന്തുണ്ടെങ്കിലും 50-50 ആ ഡീലിന് നീ തയ്യാറാണോ എന്ന് ചോദിക്കും. അതൊക്കെ ഞാൻ തയ്യാറാണ്. നരേൻ ഇവിടുന്ന് ഒഴിവായിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത രാജാവ് ഞാനാണ്. ഇതെല്ലാം എൻ്റെ അധീനതയിലാവും എന്ന് പറഞ്ഞ് അവരൊരു ഡീല് ഉറപ്പിക്കുകയാണ്. ഇതേ സമയം മേഘനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് നരേനും മുത്തശ്ശനും കൂടിയിട്ട്. അപ്പോൾ എന്തുകൊണ്ട് മേഘ നീ മുൻപ് ഈ കാര്യങ്ങളൊന്നും ശിവരാജനെക്കുറിച്ചുള്ള ഈ കാര്യങ്ങളൊന്നും നീ പറയാതിരുന്നത് തെറ്റായിപ്പോയി എന്ന് പറയുകയാണ്. അപ്പം മേഘൻ പറയും, സർ, ഞാൻ എന്ത് പറഞ്ഞാലും സാർ വിശ്വസിക്കില്ല. അന്ന് ശിവരാജനായിരുന്നു സാറിന് കൂടുതൽ വിശ്വാസം. പിന്നെ എൻ്റെ വായ മൂടിക്കെട്ടിയ അവസ്ഥയിലായിരുന്നു ശിവരാജൻ സാറ്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതാണ് എനിക്കൊന്നും പറയാൻ പറ്റാഞ്ഞത്. അപ്പോൾ നരയൻ ചോദിക്കുകയാണ്, ഇനി പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇനി സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞൂടെ? ഇല്ല സർ, ഞാനൊക്കെ തുറന്നു പറയാമെന്ന് പറഞ്ഞ് മേഘൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ നരേനോടും മുത്തശ്ശനോടും പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, എങ്ങനെയായാലും അരവിന്ദൻ്റെ മക്കൾക്ക് നീതി ലഭിക്കണം. അയാൾ അത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. അത് നമുക്ക് അത് തിരിച്ചു പിടിച്ചു കൊടുക്കേണ്ട കടമയുണ്ട്. അതിനു വേണ്ടി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നരേൻ, നീയും കൂടി ഉൾപ്പെട്ട് പെട്ടെന്ന് തന്നെ അത് ചെയ്യണം എന്ന് പറയുകയാണ്. അവർ ഉടൻ തന്നെ നമ്മളെ അന്വേഷിച്ച് തീർച്ചയായും ഇങ്ങോട്ട് എത്തും. നരേൻ അതിന് സമ്മതം മൂളുകയാണ്. പിന്നെ നമ്മുടെ സുജാതയെ വീട്ടിൽ നിന്ന് അടിച്ചോടിച്ചിരിക്കുകയാണല്ലോ ദാസൻ. സുജാത ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഇരുന്നുറങ്ങുകയാണ്. തണുത്ത് വിറച്ചിട്ടാണ് ഉറങ്ങുന്നത്. ഇതേ സമയം സുജാതയുടെ പേരക്കുട്ടി ഗീതയുടെ മകൾ വന്നിട്ട് സുജാതേനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, അമ്മമ്മ എന്താ ഇന്നലെ ഇവിടെയാണോ കിടന്നുറങ്ങിയത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ കൂടെ ഗീതയും വരുന്നുണ്ട്. ഗീതയും സംസാരിക്കണം. ഗീത പറയും, അമ്മ എന്തിനാ ഇന്നലെ ദാസേട്ടനെ ചൂട് പിടിപ്പിച്ചത്? അതുകൊണ്ടല്ലേ ദാസേട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറിയത്? പിന്നെ ഞാൻ മോളോട് പറഞ്ഞിരിക്കുന്നത് നമ്മളെല്ലാവരും കൂടി ഇന്നലെ രാത്രി സാറ്റ് കളിച്ചു എന്നാണ്. മോളൊന്നും ഇതൊന്നും അറിയണ്ട. അപ്പോൾ സുജാത പറയും, അത് ശരിയാ, നമ്മളീ കളിക്കുന്ന കളിയൊന്നും മോള് കണ്ടുപിടിക്കണ്ട, അവളെങ്കിലും നന്നായി ജീവിക്കട്ടെ എന്ന് പറയും. പിന്നെ സുജാത കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി പറയും, ഞാൻ മെമ്പറേയും പിന്നെ നാട്ടുകാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇന്നലെ ഉണ്ടായ ഈ കാര്യങ്ങൾ മുഴുവൻ എനിക്ക് നാട്ടുകാരെ അറിയിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് തന്നെ അപകടമാണ്. അത് കേട്ടതോടുകൂടി ഗീതയുടെ സ്വഭാവം മാറും. ഗീത പറയും, നമ്മളുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മളാണ് തീരുമാനിക്കുന്നത്, നാട്ടുകാരല്ല. അമ്മ എന്തിനായി നാട്ടുകാരെയൊക്കെ അറിയിക്കുന്നത്? ദാസേട്ടൻ ഇന്നലെ കള്ളു കുടിച്ച കാരണമാണ് അങ്ങനെ പെരുമാറിയത്. ഇതൊക്കെ അമ്മ വിചാരിച്ചാൽ അമ്മയ്ക്ക് ഒഴിവാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. സ്വത്തിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒഴിവാകും, ദാസേട്ടൻ നല്ല പോലെ ആകും എന്ന് പറഞ്ഞ് സോപ്പിട്ട് ഗീത സുജാതയെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ സുജാത ചോദിക്കുന്നുണ്ട്, നീ ഇന്ന് എന്നെ കൊണ്ടു നിർത്താമെന്ന് അവനോട് വാക്ക് പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ ഗീത പറയും, അമ്മ ഈ ഒളിഞ്ഞ് കേൾക്കുന്ന സ്വഭാവം നിർത്തിക്കോളുണ്ട്, അത് നിർത്തിയാൽ തന്നെ അമ്മയുടെ പ്രശ്നങ്ങളൊക്കെ തീരും. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ഒളിഞ്ഞ് നിന്ന് കേട്ടോണ്ടതല്ലേ നിൻ്റെ മനസ്സിലിപ്പോൾ എനിക്ക് മനസ്സിലായത്. നീ എൻ്റെ മോൾ തന്നെയല്ലേ എന്ന്. അപ്പോൾ ഗീത പറയാത്തൊക്കെ ഞാൻ ഇന്നലെ വെറുതെ അഭിനയിച്ചതാണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ഗീത ഉരുണ്ട് കളിക്കുകയാണ്. ഇനി നമ്മുടെ നിവിനും കാവേരിയും കൂടി ശിവരാജൻ്റെ വീട് അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ അവർ ഏകദേശം ശിവരാജൻ്റെ വീട് നിൽക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ നരേൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ പോയി. നരേൻ്റെ വീട് അവർ മനസ്സിലായി, ഇത് തന്നെയാണ് ശിവരാജൻ്റെ വീട്. നരേൻ്റെ വീടെന്ന് അറിയില്ല, ശിവരാജൻ്റെ വീടെന്നുള്ള ഇതിൽ അവർ സെക്യൂരിറ്റിയുടെ അടുത്ത് പോയിക്കും, ഇതാണോ ശിവരാജൻ്റെ വീട്? അപ്പോൾ സെക്യൂരിറ്റി പറയും, ഇവിടെ ശിവരാജൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, പക്ഷേ കുറിഞ്ഞിക്കാട്ട് അയാൾക്ക് ഭൂമിയൊന്നുമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശിവരാജൻ ഈ ലൈനിൻ്റെ അറ്റത്തൊരു വീടുണ്ട്, അവിടെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശിവരാജൻ എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി വഴി തിരിച്ചു വിടുകയാണ്. ശരിക്കും അങ്ങനെ സെക്യൂരിറ്റി വഴി തിരിച്ചു വിടാനുള്ള കാരണം നരേൻ്റെ നിർദ്ദേശപ്രകാരമാണ് സെക്യൂരിറ്റി നുണ പറയുന്നത്. അങ്ങനെ നരേൻ, അപ്പോൾ അവർ പോയി കഴിഞ്ഞതിന് ശേഷം നരേൻ വന്ന് സെക്യൂരിറ്റിയോട് ചോദിക്കും, അവരെന്താണ് ചോദിച്ചത്, എന്താണ് പറഞ്ഞത്, നീ കറക്റ്റായിട്ട് വീട് മാറ്റി പറഞ്ഞു കൊടുത്തില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ
അപ്പോൾ സെക്യൂരിറ്റി പിന്നെ സാറ് പറഞ്ഞ പോലെ ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ മേഘൻ സാറിൻ്റെ വീട്ടിലേക്കാണ് വിട്ടിട്ടുള്ളത്. മേഘൻ സാറാണ് ശിവരാജൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്ന് പറയുകയാണ്. അപ്പം നരേൻ ഓക്കെ, ഇനി ബാക്കി മേഘൻ നോക്കിക്കോളും എന്നുള്ളതിലാണ് നരേൻ നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ഭക്ഷണത്തിന് സദ്യ ഒരുക്കുന്ന സുജാതയാണ് കാണിക്കുന്നത്. സുജാത സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള വാഴയിലൊക്കെ മുറിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഗീത അങ്ങോട്ട് വരും. ഗീത ചോദിക്കും, അമ്മ ഇന്ന് സദ്യ ഉണ്ടാക്കുന്നുണ്ടോ? ആ, ഉണ്ടാക്കുന്നുണ്ട്. ഒന്നുമില്ല, വായയ്ക്ക് രുചിയായിട്ട് വല്ലതൊക്കെ കഴിക്കാമല്ലോ, പായസമൊക്കെ കൂട്ടിയിട്ട് സദ്യ കഴിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഗീത വിചാരിക്കുന്നത് എന്താ, ദാസന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ദാസനെ സോപ്പിടാൻ വേണ്ടിയിട്ടാണ് സുജാത സദ്യ ഒരുക്കുന്നത് എന്നാ. നല്ലതാണമ്മേ, ദാസേട്ടൻ കുറച്ച് ദിവസമായി എന്നോട് പറയുന്നു സദ്യ കഴിക്കണമെന്ന്. പായസം കൂട്ടിയിട്ടുള്ള സദ്യ എന്തായാലും നന്നായി. ഞാൻ പറയാറുണ്ട് ദാസേട്ടനോട് നമുക്ക് പുറത്തുനിന്ന് സദ്യ വാങ്ങി കഴിക്കാം. പക്ഷെ ദാസേട്ടൻ അത് ഇഷ്ടമല്ല. ദാസേട്ടൻ വീട്ടിൽ സദ്യ തന്നെ കഴിക്കണമെന്നാണ് പറയാറ്. എന്തായാലും അമ്മയുടെ നല്ല തീരുമാനം എന്ന് പറഞ്ഞാൽ ഗീത സന്തോഷത്തിലാണ്. ഇതേ സമയം നമ്മുടെ കാവേരിയും നിവിനും മേഘനാണ് ശിവരാജൻ എന്ന് കരുതി മേഘൻ്റെ വീട്ടിലേക്ക് എത്തിക്കുകയാണ്. അപ്പം ശിവരാജനെ കാണാം എന്ന് പറഞ്ഞ് ശിവരാജൻ വരികയാണ്, അതായത് മേഘൻ. അപ്പം ചോദിക്കും, സാറിന് കുറിഞ്ഞിക്കാട്ട് ഭൂമിയുണ്ടോ? ഞങ്ങൾ ഒരു കാര്യത്തിന് അന്വേഷിക്കാൻ വന്നതാണ് എന്ന് പറയും. അപ്പോൾ മേഘൻ പറയും, എനിക്ക് ഒരുപാട് ഭൂമിയുണ്ട്, എന്താ നിങ്ങൾ അന്വേഷിക്കാൻ വന്നത്? അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറയും. അതായത് എൻ്റെ അച്ഛൻ, അതായത് കാവേരി പറയണേ, എൻ്റെ അച്ഛൻ അവിടെ ഒരു ഭൂമി വാങ്ങിയിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ജയബാലൻ എന്നൊരാൾ ഇങ്ങനെ മീഡിയേറ്ററായിട്ട് നിന്നിരുന്നു. പിന്നെ ജയബാലൻ അച്ഛനെ ചതിച്ചിട്ടാണോ വാങ്ങിയതെന്ന സംശയത്തിലാണ് ഞങ്ങൾ എന്ന്. അപ്പോൾ മേഘൻ പറയും, അതും എനിക്ക് ഉറപ്പില്ല, കാരണം എനിക്കവിടെ ഒത്തിരി ഭൂമിയുണ്ട്, രാജഭരണകാലത്ത് കിട്ടിയതാണ്. പക്ഷേ അതൊക്കെ എൻ്റെ ക്യാഷ്യർക്കേ അറിയുള്ളൂ, എൻ്റെ ക്യാഷ്യറാണെങ്കിൽ ഇന്ന് ലീവാണ് എന്ന്. അപ്പം നിവിൻ ചോദിക്കും, ക്യാഷ്യറെ ഒന്ന് വിളിച്ചു ചോദിക്കാൻ പറ്റുമോ? ഇല്ല, അത് പറ്റില്ല, അയാൾക്ക് ഇന്നൊരു മരണമുണ്ട്, അയാളുടെ മകള് ആത്മഹത്യ ചെയ്തു, ലവ് ഫെയിലിയറായ കാരണം. അപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം പ്രൊസീജിയറൊക്കെ ആയിട്ട് അയാളെ വിളിച്ചാൽ കിട്ടില്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ, വിളിച്ചിട്ട് വേറൊരു ദിവസം വരൂ, എനിക്കിപ്പോൾ അവിടേക്ക് പോകേണ്ട ആവശ്യമുണ്ട്, എനിക്കും സംസാരിക്കാൻ നേരമില്ല. അപ്പോഴത്തേനും ഇയാൾ ഫോൺ റിങ് ചെയ്യും. ഫോൺ റിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ പറയുന്നത് എന്താ, അവിടുത്തെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു, എനിക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല, ഇവിടെ 1-2 പേര് ഗസ്റ്റുകൾ വന്നു, ഞാൻ എന്തായാലും അവരോട് സംസാരിച്ചത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങോട്ട് ഇറങ്ങാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവരത് കേൾക്കുന്നുണ്ട്, നിവിനും കാവേരിയും. അപ്പോൾ അവർ വിചാരിക്കുന്നത് അയാൾ പറഞ്ഞതൊക്കെ സത്യമാണ്, ഇയാൾക്ക് അടിയന്തരമായിട്ടൊരു മരണത്തിൽ പങ്കുചേരേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് അവർ പറയുന്നത് എന്നാൽ ശരി സർ, ഞങ്ങൾ വേറൊരു ദിവസം വരാമെന്ന് പറയണം. ശരിക്കും ഇവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മേഘൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ശരി സർ, ഞങ്ങൾ പിന്നൊരു ദിവസം വരാമെന്ന് പറഞ്ഞുകൊണ്ട് കാവേരിയും നിവിനും അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ അവർ കാറിൽ പോയിക്കൊണ്ടിരിക്കും, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിവിൻ പറയും, നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയിട്ടുള്ളത് അവിടെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ശിവരാജൻ എന്ന വ്യക്തിയെ നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അയാൾ നമ്മളെ സഹായിക്കുമോ സഹായിക്കില്ലേ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അയാളെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു പ്രകൃതക്കാരനായിട്ടാണ് തോന്നിയത്. കാവേരിയും പറയും, ഞാനിതൊക്കെ ഇതിൽ പ്രതീക്ഷിച്ചിരുന്നു, അതായത് ഇങ്ങനെ ഒരു യാത്രക്കിടയിൽ ഞാനിതൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കാവേരി നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ഗീത ദാസന് ഭക്ഷണമൊക്കെ ആയിട്ട് വരികയാണ്. അപ്പോൾ ചോദിക്കും, എന്താ ഒരു തട്ടലും മുട്ടലൊക്കെ അടുക്കളയിൽ? അതൊന്നുമില്ല ദാസേട്ട, അമ്മ സദ്യ ഒരുക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് അമ്മ ദാസേട്ടനെ സോപ്പിടാൻ വേണ്ടിയിട്ടുള്ള സദ്യ ഒരുക്കുക എന്നാണ്. അപ്പോൾ അമ്മ ജോലി ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലും തട്ടിയും മുട്ടിയൊക്കെ ചെയ്യണ്ടേ, അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയും. അപ്പോൾ എന്നെ സോപ്പിട്ടിട്ടൊന്നും കാര്യമില്ല, സ്വത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാക്കാൻ പറ നിൻ്റെ അമ്മയുടെ അടുത്ത്, ഇല്ലെങ്കിൽ അവർ ഇന്നലെ പറമ്പിൽ കിടന്നുറങ്ങിയ പോലെ തന്നെ ഇന്നും കിടന്നുറങ്ങേണ്ടി വരും എന്ന് പറയണം. ഇവരിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു വണ്ടി വരുന്ന ശബ്ദം കേൾക്കാം. അപ്പോൾ ഇവർ നോക്കിയപ്പോൾ നമ്മുടെ വിനീതും ഗംഗയും കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഗീത പറയും, ഇതെന്താ ഇവർ വരുന്നത്? അപ്പോൾ ദാസൻ പറയും, ഒരു കാര്യം ചെയ്യും, നീ അമ്മയെ പോയി വിളിച്ചുകൊണ്ട് വായോ, അമ്മയാണ് ഇത് ഡീൽ ചെയ്യേണ്ടത്. ഇത് അമ്മയെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ദാസേട്ടാ, ഇത് ഞാൻ വിചാരിച്ചാൽ ഡീൽ ചെയ്യേണ്ട കാര്യമുള്ളൂ എന്ന് പറയണം. അപ്പോൾ വിനീതും ഗംഗയും അപ്പോഴത്തേനും വീട്ടിലെത്തിയപ്പോൾ ഗംഗ നല്ല സന്തോഷത്തിലാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്, വിനീതും സന്തോഷത്തിലാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഗീത പറയും, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അമ്മയെ വിളിച്ചിട്ട് വരാം എന്ന് പറയുകയാണ്. അമ്മയെ വിളിക്കാൻ പോകുന്ന ഗീത പിന്നെ കാണുന്നത് ഞെട്ടി നിൽക്കുകയാണ്. കാരണം വിളക്കായിട്ട് വരുന്ന
സുജാതയാണ് ഗീത കാണുന്നത്. അപ്പോൾ ഗീതയ്ക്ക് മനസ്സിലാവും, ഓ അമ്മ വിളിച്ചിട്ടാണ് ഇവർ വന്നത്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. സീരിയൽ ലോകത്തെ കഥകളും പ്രൊമോ ഡീറ്റെയിൽസും എല്ലാം നേരത്തെ അറിയാൻ ആദ്യം തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.